അസ്സലാമു അലൈക്കും. ഇന്ന് ലോകത്തെ എല്ലാ ആളുകളും വളരെ ഭീതിജനകമായിട്ടിരിക്കുന്ന സമയമാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ റമദാൻ മാസം എല്ലാവരും സന്തോഷിക്കേണ്ട സമയം, ഒരു ടൈം കഴിഞ്ഞാൽ പെരുന്നാളിന് വരവേൽക്കേണ്ട സമയം. പക്ഷേ ആർക്കും ഒരു സന്തോഷമില്ല. ലോകത്തെ എല്ലായിടത്തും അതിഭയങ്കരമായ മിസൈലുകളുടെ സൗണ്ടും ഉറക്കമില്ലാത്ത രാത്രികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു സ്കൂളിൽ ഇസ്രായേൽ മിസൈലിട്ട് 56 കുട്ടികളെങ്ങാനും മരണപ്പെട്ടു. പക്ഷെ അപ്പോൾ ഇതിന്റെ പേരിൽ സന്തോഷിക്കുന്ന കുറേ വർഗങ്ങൾ നമ്മുടെയൊക്കെ ആളുകളുടെ ഇടയിൽ തന്നെ ഉണ്ട് അല്ലേ? ശരിക്കും അവര് വളരെ കുറച്ചു പേരേ ഉള്ളൂ ഈ സന്തോഷിക്കുന്ന ആളുകൾ. 5% ആളുകളൊക്കെ തന്നെ ഉള്ളൂ. ബാക്കിയുള്ള 95% യുദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. പക്ഷെ ഈ 5% മതി ഈ ലോകത്ത് നശിപ്പിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾ മരണപ്പെടുന്നത് നമ്മുടെ അടുത്തേക്കും ഇതേ സാധനങ്ങൾ ഒരു സമയത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എല്ലാവരെയും അത് ബാധിക്കും. പിന്നെ അതൊരു ആഗോള പ്രശ്നമായിട്ട് മാറും. യുദ്ധങ്ങൾ എല്ലാ രാജ്യങ്ങളും തമ്മിൽ വേർതിരിഞ്ഞ് യുദ്ധങ്ങൾ നടത്തേണ്ടി വരും. ഈ സമയത്ത് നമ്മളൊക്കെ ഇത് ബാധിക്കും. അതുകൊണ്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് യുദ്ധങ്ങളൊന്ന് അവസാനിക്കട്ടെ, മനുഷ്യന് സമാധാനം കിട്ടട്ടെ എന്നുള്ളത്. അപ്പോഴും അതിൽ സന്തോഷിക്കുന്ന മറ്റുള്ള ആളുകളുടെ കുട്ടികൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും ചിന്തിച്ചൂടെ? നമുക്കുണ്ട് കുട്ടികൾ. ഇതേ സ്ഥാനത്ത് നമ്മുടെ കുട്ടികൾക്ക് പറ്റുമ്പോഴുള്ള ആ ഒരു മരണവേദന അല്ലേ? ശരിക്കും നമുക്കപ്പം മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതേ സിറ്റുവേഷൻ അനുഭവിക്കുന്ന എത്ര പേരുണ്ടാവും അവിടെ. നിങ്ങൾ പിന്നെ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ മനുഷ്യരല്ലേ? നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, ഇല്ലല്ലോ. ജനിച്ച അന്ന് മുതൽ നമ്മളൊക്കെ ഏത് മതത്തിലാണോ ആ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിൻ്റെ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിൽ മനുഷ്യർക്ക് എന്ത് നല്ലത് ചെയ്യണമെന്ന് ചിന്തിച്ച് അതിനെ പഠിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും. എല്ലാ മതഗ്രന്ഥത്തിലും പറയണത് മനുഷ്യനെ സ്നേഹിക്കുക, കരുണ കാണിക്കുക. ആ കരുണ നമ്മളെ ഉള്ളിൽ നിന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മളവിടെ പിശാചാണ്. അത്തരം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. പരസ്യമായിട്ട് പറയുന്ന പല ആളുകളുണ്ട്. എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ? ഇത്ര ആളുകൾ. ഏതായാലും ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ. ഈ റമദാനിൻ്റെ ഈ ഒരു മനോഹരമായ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് സമാധാനം പുലരട്ടെ എന്ന് ദൈവത്തോട്, ഞാൻ വിശ്വസിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം ഒന്നേ ഉള്ളൂ. ദൈവത്തെ നമ്മൾ ഇതുവരെ ഈ ലോകത്ത് ആരും കണ്ടിട്ടില്ല. കാണാത്ത ദൈവത്തിൻ്റെ പേരിലാണ് ഇവിടെ കലാപങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ ദൈവങ്ങളും പറഞ്ഞിട്ടുള്ള മനുഷ്യന് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ്. സമാധാനത്തോടെ ജീവിക്കുക. റമദാൻ കരീം.